ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. അപ്പം നമുക്ക് പല രീതിയിലുള്ള റിസർച്ചുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, കോസൽ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച്, എംപെരിക്കൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ബേസിക് റിസർച്ച് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഓരോന്നും എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. So exploratory research is a kind of preliminary study. ഇതൊരു പ്രിലിമിനറി സ്റ്റഡിയാണ്. ഇതിൽ നമ്മൾ റിസർച്ചർക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു നോളേജ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ ഇതൊരു പ്രിലിമിനറി സ്റ്റഡി ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. വിത്ത് റിസർച്ച് ഹാസ് ലിറ്റിൽ ഓർ നോ നോളേജ്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇതൊരു പുതിയൊരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പം ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ വേറെ ആരും മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു എക്സ്പ്ലോറേഷൻ ആയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റെഫർ ചെയ്യാൻ ലിറ്ററേച്ചർ റിവ്യൂസ് അവൈലബിൾ അല്ല, അവർക്ക് ഒരു റെഫറൻസ് അവർക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിസർച്ചർ ഈസ് കണ്ടക്ടിങ് ദിസ് റിസർച്ച് വിത്ത് ലിറ്റിൽ ഓർ നോ നോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ റിസർച്ചർക്ക് നോളേജ് ഇല്ലെന്നല്ല, ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് റെഫറൻസുകൾ കിട്ടുന്നില്ല. കാരണം അതൊരു പുതിയ കാര്യമാണ്, പുതിയ കാര്യത്തെക്കുറിച്ച് ഇയാൾ റിസർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജനറൽ ഫൈൻഡിങ്സിന് വേണ്ടിയിട്ടാണ്. ദീസ് റിസർച്ച് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ജനറൽ ഫൈൻഡിങ്സ്. ദീസ് ഫൈൻഡിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫർദർ സ്റ്റഡി ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിൽ ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബേസിസ് ആദ്യം സ്റ്റഡി ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പം ഫസ്റ്റ് നമുക്കതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ആദ്യം ആ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്ത ആളുകൾക്ക് ഒരു റെഫറൻസുകളും ഇല്ലായിരുന്നു. അവർക്ക് വാക്സിൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു എക്സ്പ്ലോറേറ്ററി കൈൻഡ് ഓഫ് റിസർച്ച് ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാകുക. ഇനി റിസർച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരുപാട് റിസർച്ചുകൾ അവൈലബിൾ ആണ്. അപ്പം എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ആസ് മെനി റിലേഷൻഷിപ്പ് ആസ് പോസിബിൾ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ് വിത്തൗട്ട് നോയിങ് ദ എൻഡ് ആപ്ലിക്കേഷൻ. നമുക്കറിയത്തില്ല റിസർച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം അറൈസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം അതൊരു ബേസിക് ഐഡിയ മാത്രമേ അത് റിസർച്ചർക്ക് ഉണ്ടാകുള്ളൂ, അത് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകുള്ളൂ. ആൻഡ് ഓൾസോ ഇതൊരു ജനറൽ ഫൈൻഡിങ്സിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അത് പിന്നീട് വരുന്ന ആ ഏരിയയിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പിന്നീട് വരുന്ന ആളുകൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കാനാണ് നമ്മൾ ഈ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ എൻഡ് ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ റിസർച്ച് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ദിസ് കൈൻഡ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഫോർ എ പ്രോബ്ലം ദാറ്റ് ഹാസ് നോട്ട് ബീൻ ക്ലിയർലി ഡിഫൈൻഡ്. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു ധാരണയും കിട്ടാത്ത ചില പുതിയ പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ബെസ്റ്റ് റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആൻഡ് സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് അത് ബെസ്റ്റ് റിസർച്ച് ഡിസൈൻ എങ്ങനെ, നല്ലൊരു റിസർച്ച് ഡിസൈൻ എങ്ങനെ ഫോം ചെയ്യാൻ നോക്കുന്നു, ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ ആൻഡ് ഓൾസോ സെലക്ഷൻ ഓഫ് സബ്ജക്റ്റുകൾ. പിന്നെ ഒരു ഡെഫിനിറ്റ് കൺക്ലൂഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇറ്റ് ഷുഡ് ഡ്രോ ഡെഫിനിറ്റ് കൺക്ലൂഷൻ ഓൺലി വിത്ത് എക്സ്ട്രീം കോഷൻ. കാരണം എന്താണ്, നമുക്ക് ഇതിനെക്കുറിച്ചൊരു റെഫറൻസുകൾ നമുക്ക് അവൈലബിൾ അല്ല. ഇതിനൊന്ന് പഠിക്കാനായിട്ട് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളേജ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ റിസൾട്ടുകൾ ഇൻഫർ ചെയ്യുമ്പം വി ഷുഡ് ഡു ഇറ്റ് വിത്ത് മച്ച് എക്സ്ട്രീം കോഷൻ എന്നാണ് പറയുന്നത്. ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ചുകളുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ബൈ ദംസെൽസ്, ബട്ട് ദേ ക്യാൻ പ്രൊവൈഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻസൈറ്റ് ഇൻ ടു എ ഗിവൻ സിറ്റുവേഷൻ. അതായത് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കതൊരു സക്സസ് ആകും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല കണ്ടക്ട് ചെയ്യുക. അതിൽ ആ ഒരു ഏരിയയിൽ കുറച്ച് ഇൻസൈറ്റ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ടു പുട്ട് സം ലൈറ്റ് ഓൺ ദറ്റ് ഏരിയ,
ഡാർക്കായി കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് കുറച്ച് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഇൻസൈറ്റുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡി മാത്രമാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ. സോ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു സക്സസ് ആയി നമുക്കൊരു ഫൈനൽ എൻഡ് റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതിനെ ചുവട് പിടിച്ച് പിന്നീട് വരുന്ന ആളുകൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്താണ് നമുക്ക് പിന്നീട് ബെറ്റർ റിസൾട്ട്സ് കിട്ടുക. അപ്പം ഒരിക്കലും ആരും ചെയ്യപ്പെടാത്ത ഒരു ഏരിയയിൽ കുറച്ച് ഇൻസൈറ്റുകൾ കൊടുക്കാൻ വേണ്ടി ഒരു റിസർച്ചർ കണ്ടക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പ്രിലിമിനറി സ്റ്റഡിയാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അറിയപ്പെടാത്ത ഒരു കാര്യത്തെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദി യൂസസ്, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ആരും റിസർച്ച് കണ്ടക്ട് ചെയ്തില്ല, അപ്പം അവിടെ ന്യൂ ഐഡിയാസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ടു മേക്ക് എക്സാക്ട് ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം ആക്ച്വലി എന്താണ് എന്നുള്ളത് ഒരു ഹ്യൂജ് പ്രോബ്ലം ആയിരിക്കും, അതിനെ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് സെക്കൻഡ് ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ടു ഗ്യാദർ ഇൻഫർമേഷൻ ഫോർ എലൂസിഡേഷൻ ഓഫ് ദ കൺസെപ്റ്റ്. അതായത് കൺസെപ്റ്റുകളുണ്ട്, ആ കൺസെപ്റ്റുകളെ കുറച്ചും കൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. എലുസിഡേറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരാൻ വേണ്ടി നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ ടു അറ്റംപ്റ്റ് ദ സ്റ്റഡി. അപ്പം നമുക്ക് ഫീസിബിൾ ആണോ എന്ന് കൂടി അറിയാം. ഒരാൾ റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ ഓർ നോട്ട്. ഫീസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി എഫോർഡബിൾ ആണോ അല്ലയോ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വി ക്യാൻ സീ ദർ ആർ 3 types ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലിറ്ററേച്ചർ സർവേ. സോ ഈ ലിറ്ററേച്ചർ സർവേയിൽ എന്താ ചെയ്യുന്നത്, അപ്പം നമ്മുടെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് സാധാരണ റിസർച്ചിൻ്റെ എല്ലാ പ്രോസസ്സുകളൊന്നും അവിടെ നടക്കുന്നില്ല. സോ ലിറ്ററേച്ചർ സർവേയിൽ എന്താ നമ്മൾ നടത്തുന്നത്, ഈ ഒരു ഏരിയയിൽ പെർട്ടിക്കുലർ സ്റ്റഡീസ് ഒന്നും കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകില്ല, പക്ഷേ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട പല റിസർച്ചുകളും നടന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞു കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകൾ, പക്ഷേ പല രീതിയിലുള്ള വൈറസ് അറ്റാക്കുകൾ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വൈറസുകൾക്ക് വേണ്ടിയിട്ട് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പം കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വൈറസിന് ഉള്ള ബാക്ടീരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ പല ലിറ്ററേച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കളക്ട് ചെയ്തിട്ടുണ്ടാകും. മറ്റ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം കാരണം ഉണ്ടായിട്ടുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് പല വാക്സിൻസുകളും പല കാലഘട്ടങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചേഴ്സാണ് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടാകുക. സോ ലിറ്ററേച്ചർ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന അങ്ങനെയാണ്. ഇതിൽ സ്റ്റഡി ഒന്നും നടന്നിട്ടുണ്ടാകില്ല, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയയിൽ നടന്നിട്ടുള്ള പല രീതിയിലുള്ള സ്റ്റഡീസ് ഇവർ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, മുന്നോട്ട് പോകാനുള്ളൊരു ക്ലൂ ആയിട്ട് ഇവർക്ക് കിട്ടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻസ് സർവേ. അതെല്ലാം എന്താണ്, സർവേസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സർവേ മീൻസ് ഡാറ്റ കളക്ഷൻ. അപ്പം എക്സ്പീരിയൻസ് സർവേയിൽ എന്താ ചെയ്യുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഫോർമൽ ഇൻ്റർവ്യൂസ്, അപ്പം അവിടെ ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് നടത്തുന്നു. അവരെന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്ത്, വാട്ട് വർ ദ സിറ്റുവേഷൻ ദാറ്റ് ദേ വെൻറ്റ് ത്രൂ എന്ന് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനുള്ള സൊല്യൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്കിപ്പോൾ ലിറ്ററേച്ചേഴ്സ് അവൈലബിൾ അല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്കതൊരു ഡേറ്റ തന്നെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും. അപ്പോൾ അതിലേക്ക് അവിടെ ഒരു ഡാർക്ക് സൈഡിൽ കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് കുറച്ച് ലൈറ്റ് വരികയാണ് ചെയ്യുന്നത് എക്സ്പീരിയൻസിൽ നിന്ന്. അപ്പം നമുക്ക് കോവിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം കോവിഡ് വന്നിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ് വാട്ട് വെർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദം ഡ്യൂറിങ് ദിസ് പീരീഡ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും. അപ്പം നമുക്ക് ഈ ഒരു വൈറസിൻ്റെ നേച്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആ വൈറസ് എവിടേക്കാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് ഏത് സ്റ്റേജിലാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത്, വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കാൻ പറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ സെക്കൻഡ് കാറ്റഗറി ഈസ് എക്സ്പീരിയൻസ് സർവേ. വി ആർ കണ്ടക്ടിങ് സം ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് വിത്ത് ദ എക്സ്പീരിയൻസ് പേഴ്സൺ ഇൻ ദാറ്റ് area of study. Okay, the next one is study of insight stimulating cases.
ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് കേസസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു ഏരിയയിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ എന്താണ് ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും? അൺഎക്സ്പ്ലോർഡ് ഏരിയാസിലായിരിക്കും. ദെൻ വി ആർ കണ്ടക്ടിങ് സം കൈൻഡ് ഓഫ് ഇൻറ്റൻസ് സ്റ്റഡി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. അത് സെലക്റ്റഡ് കേസസ് വെച്ചിട്ട് നമ്മൾ അവിടെ മാത്രം ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കുറേ ഇൻസൈറ്റ്സ് നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 3 kinds of exploratory research. First one is literature survey, second one experience survey, and finally study of insight stimulating cases. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ. സോ വി ക്യാൻ സി വാട്ട് ആർ ദ യൂസസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഏതൊക്കെയാണ് യൂസസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ റിസൾട്ട്സ് ആർ നോട്ട് ഒബ്റ്റെയിൻ ഓർ ഒബ്സർവേഷൻ ബേസിസ്. നമുക്ക് ഒരു ഒബ്സർവേഷൻ കൊണ്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല. അതായത് എക്സ്പ്ലോറേറ്ററി അൺഎക്സ്പ്ലോർഡ് ഏരിയാസ് എന്ന് പറയുമ്പം ആരും ഇതുവരെ റിസർച്ച് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഏരിയ ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിന് മുന്നേ അങ്ങനെ ഒരു പ്രോബ്ലം അറൈസ് ചെയ്തിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാകാം ചില ഏരിയാസ് ഇപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്നത്. സോ ഇങ്ങനത്തെ ഒബ്സർവേഷൻ്റെ സാധാരണ സിമ്പിൾ റിസർച്ച് ടൂൾസ് ഒന്നും വെച്ച് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് റിസർച്ചുകൾക്കാണ് നമ്മൾ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ ചെയ്യുന്നത്. സോ ആൻഡ് ഇൻ ദിസ് കണക്ഷൻ സർട്ടൻ ഹൈപ്പോത്തസിസ് ആർ ഫോർമുലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ടെസ്റ്റഡ് ത്രൂ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അങ്ങനെ അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് നമുക്ക് ബേസിക് റിസർച്ച് മെത്തേഡ്സ് വെച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഹെൽപ്സ് ടു ക്ലാസിഫൈ കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റീസ്. അതായത് നമുക്ക് പ്രോബ്ലംസിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പല പല കൺസെപ്റ്റുകളുണ്ട്, പല പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ദിസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമുക്ക് യൂസ് ചെയ്യുമ്പം നമുക്ക് ഈ റിസർച്ച് പ്രോബ്ലംസിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നു. പ്രയോറിറ്റി അനുസരിച്ച്, മുൻഗണന അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ക്ലാരിഫൈ കൺസെപ്റ്റ്. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പം അത് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഫോർമുലേറ്റ് ചെയ്ത് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുന്നു. ഫുള്ളായിട്ട് അത് ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നു എന്നല്ല, ഫുള്ളായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് എൻഡ് റിസൾട്ടിലേക്ക് എത്തുന്നു എന്നല്ല, ആ ഏരിയയിലേക്ക് കുറേ എന്താണ് ഇൻസൈറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നു. ആൻഡ് വി ആർ ഏബിൾ ടു ത്രോ സം ലൈറ്റ് ടു ദാറ്റ് ഡാർക്ക് സൈഡ് ഓഫ് ദ ഏരിയ ഓഫ് ദ സ്റ്റഡി. അപ്പം ആ ഏരിയയിലേക്ക് കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുന്നു. ദെൻ ഇറ്റ് ഈസ് യൂസ് ടു ഡെവലപ്പ് ഹൈപ്പോത്തസിസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് then exploratory research helps to determine best research design. നമ്മൾ പറഞ്ഞു എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ നമുക്ക് കിട്ടും. കാരണം ഇത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്, വേറെ നമുക്ക് റെഫറൻസുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ആ റിസർച്ച് പ്രോസസ്സ് ഏറ്റവും ബെസ്റ്റ് വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രീം ക്വസ്റ്റ്യൻ, അതായത് കൺക്ലൂഷൻ, ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമേ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് exploratory research often concludes that a perceived problem does not exist. അപ്പോൾ അങ്ങനത്തെ പല രീതിയിലുള്ള ഹെൽപ്പുകൾ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ യൂസസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഫൈനലൈസ് ദ ക്വസ്റ്റ്യനെയർ ഓർ ഫോമാറ്റ് ഷെഡ്യൂൾ ടു എൻഷ്യൂർ കവറേജ് ഓഫ് ഓൾ പോസിബിലിറ്റീസ്. കാരണം എന്താണ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ലാസ്റ്റ് പറഞ്ഞ ആ ഒരു യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ സ്കെഡ്യൂൾ, ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഒബ്സർവേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും ഒബ്സർവേഷൻസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡേറ്റ കളക്ഷൻ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് വൈഡ് കവറേജ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് വേറെ സെക്കൻഡറി ഡേറ്റ അങ്ങനെ അവൈലബിൾ അല്ല എക്സ്പ്ലോറേറ്ററി റിസർച്ചിലോ. അവൈലബിൾ അല്ല എന്ന് പറയുമ്പോൾ അളവ് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യനെയറിലൊക്കെ കുറേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കും. പല രീതിയിലുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ആ കവറേജ് കൂടുന്നു, നമുക്ക് ആ ഒരു ഏരിയയിൽ ഡീപ്പ് നോളേജ് കിട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ യൂസുകളെല്ലാം റിസർച്ചുമായി ബന്ധപ്പെട്ട യൂസുകളാണ്.
അടുത്ത് പറയുന്ന ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയുമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട യൂസുകളാണ്. ടു ഐഡൻറ്റിഫൈ ദ ബോട്ടിൽ നെക്സ് ഇൻ ദ കമ്പനി. ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയിൽ നേരിടുന്ന പ്രോബ്ലംസ് അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അപ്പം അത് അങ്ങനെ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോൾ, അതായത് സിംഗിൾ ടൈം വരുന്ന പ്രോബ്ലംസ്, ഒരു കമ്പനിയിലൊക്കെ ഒറ്റ തവണ മാത്രം വരുന്ന പ്രോബ്ലംസ് ഉണ്ട്, ചില ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ റിസർച്ച് നടക്കുന്നു. അതുകൊണ്ട് തന്നെ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പം ഇതുവരെ റിസർച്ചുകളൊന്നും കണ്ടക്ട് ചെയ്യപ്പെടാത്ത ഒരു ഏരിയയിലേക്ക് വി ആർ ട്രൈങ് ടു പുട്ട് സം ലൈറ്റ്, അല്ലെങ്കിൽ കുറച്ച് ഇൻസൈറ്റ്സ് കൊടുക്കുക, നോളേജ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രിലിമിനറി കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്.